ഓക്കെ, ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യത്തിലെ നമ്മൾ ആദ്യം പറഞ്ഞ എന്തായിരുന്നു? ഫ്രം ഡേറ്റ, ഡേറ്റയിൽ നിന്ന് ഇൻഫർമേഷൻ, ഇൻഫർമേഷനിൽ നിന്ന് ഡിസിഷൻ. അപ്പൊ നമ്മൾ കണ്ടു നമുക്ക് ഡെയിലി എവിടെ എന്ത് കിട്ടുന്നുണ്ട്, ഡേറ്റ കിട്ടുന്നുണ്ട്. ഈ ഡെയിലി ഡേറ്റയെ നമ്മൾ സമ്മറി ഉണ്ടാക്കി, സമ്മറിയിൽ നിന്ന് എന്താക്കി മാറ്റി? ഇൻഫർമേഷൻ ആക്കി മാറ്റി. ഇൻഫർമേഷനിൽ നിന്നാണ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഫൈനൽ പാർട്ട്. ഇതൊക്കെ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അല്ലേ? നമുക്ക് വീക്കിലി എന്ത് കിട്ടി? ഒരു ദിവസം ഒരു വീക്കിൽ ഇത്രയും നടക്കുന്നുണ്ടെന്നും അപ്പൊ നമുക്ക് കിട്ടുന്ന കൺവേർഷൻ റേറ്റ് ഇത്രയാണ്, യു പി ഒ ഇത്രയാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ഇൻഫർമേഷൻ കിട്ടി. ഈ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ദാ ഇവിടെ ടാർഗറ്റ് നോക്കുമ്പോൾ ഒരു തന്ന ടാർഗറ്റിൽ ഇത്രയും നമ്മൾ അച്ചീവ് ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇത്രയും വേരിയൻസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ കണ്ടത് എങ്ങനെയാണ്? നമ്മൾ അവിടെ എന്ത് ചെയ്തു? ഡേറ്റയിൽ നിന്ന് ഇൻഫർമേഷനിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടാണ്. ഇനിയാണ് മേജർ പാർട്ട് വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് എടുക്കണം? തീരുമാനങ്ങൾ എടുക്കണം. മാനേജറിന്റെ ജോലി കിടക്കുന്ന അവിടെ അല്ലെ? മാനേജർ ഇതിൽ നിന്ന് എടുക്കുന്ന തീരുമാനങ്ങളാണ് മുന്നോട്ടുള്ള കാര്യങ്ങളിലേക്ക് നയിക്കുന്നത്. ഇത് ഒരു റിയൽ ഡേറ്റയാണ് കേട്ടോ. എനിക്ക് ഒരിടത്ത് നിന്ന് കിട്ടിയ റിയൽ ഡേറ്റയാണ്. റിയൽ ഡേറ്റ പറയുന്ന കാര്യം നോക്കിയാൽ ഒരു മാനേജർ ഒരു സ്ഥലത്ത് ഒരു കമ്പനിയിൽ, ഐ മീൻ ഒരു സ്റ്റോറിൽ സെയിൽസിൽ ജോയിൻ ചെയ്യാണ്. എന്നിട്ട് 4 ആഴ്ചകളിൽ അവിടെ നടന്ന കൺവേർഷൻ റേറ്റ്, നമ്പർ ഓഫ് ബിൽ, ആവറേജ് നമ്പർ ഓഫ് ബിൽ പെർ ഡേ എത്രയുണ്ട്, പിന്നെ യൂണിറ്റ് പെർ ഓർഡറിന്റെ ഫോർമുല കണ്ടോ? യൂണിറ്റ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ബിൽ എത്രയുണ്ട്, ആവറേജ് സെല്ലിംഗ് പ്രൈസ് എത്രയാണ്, ആവറേജ് ഓർഡർ വാല്യൂ എത്രയാണ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അയാൾ ഒന്ന് സമ്മറൈസ് ചെയ്തു. നമ്മൾ ഈ ചെയ്ത പോലെ, ദാ ഇവിടെ നമ്മൾ ചെയ്ത പോലെ, ഇതൊന്ന് ഒരാഴ്ചത്തെയാണ്. 4 ആഴ്ചത്തെ കാര്യം എന്ത് ചെയ്യുന്നുണ്ട്? സമ്മറൈസ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി ഇത് വച്ചിട്ട് ഇയാൾ എന്തെടുക്കണം? തീരുമാനം എടുക്കണം. ഓക്കെ, അപ്പൊ പെട്ടെന്ന് ഇത് നോക്കിയിട്ട് ഒരു തീരുമാനം പറയൂ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കെന്നല്ല ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. അവിടെയാണ് നമ്മൾ ഡെപ്തിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലുക. ഇതിലുണ്ടാവുന്ന ചേഞ്ചസ് എന്താണ്? ഓക്കെ, അപ്പൊ ഓരോ കാര്യങ്ങളും നോക്കാം. കൺവേർഷൻ റേറ്റിൽ ഈ പറഞ്ഞ ഒരു മാസം കൊണ്ട്, 4 ആഴ്ച കൊണ്ട് എന്ത് ചേഞ്ച് ഉണ്ടായി? പെട്ടെന്ന് നോക്കിയിട്ട് വല്ലതും പറയാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ അങ്ങനെ പറയാൻ നിൽക്കണ്ട. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു? കൺവേർഷൻ റേറ്റ് ഒന്ന് സെലക്ട് ചെയ്യുന്നു, കണ്ടീഷണൽ ഫോർമാറ്റിംഗിലേക്ക് പോകുന്നു, കളർ സ്കെയിലിൽ കയറി ആദ്യത്തെ കൊടുത്തു. ഇതേ പ്രോസസ്സ് ഞാൻ എന്ത് ചെയ്യുന്നു? എല്ലായിടത്തും ചെയ്യാണ്, എല്ലാ ഇൻഫർമേഷൻ്റെ അകത്തും ചെയ്യാണ്. ഓക്കെ, ഈ എല്ലായിടത്തും ഒരേ കളർ സ്കെയിൽ തന്നെ കൊടുക്കണേ. ഓരോന്നിനും ഓരോന്ന് കൊടുത്താൽ തെറ്റിപ്പോകും. നോക്കിയിടാം. ഇപ്പോ നിങ്ങൾക്ക് ഏറ്റവും ഹയസ്റ്റ് എമൗണ്ടിനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? പച്ചയിൽ ഇട്ടേക്കുന്നത്. നോക്കിയിടാം. 13.9 അതിൽ ഏറ്റവും ഹയസ്റ്റ് 13ആണല്ലോ. ഓക്കെ, അതിന് പച്ചയിൽ ഇട്ടേക്കുന്നത് 14 അതാണ് ഏറ്റവും ഹയസ്റ്റ് ഇട്ടേക്കുന്നത്. 5.4 ഏറ്റവും ഹയസ്റ്റ് ഇട്ടേക്കുന്നത്. 4.40 ഹയസ്റ്റ് ആണ്. ഓക്കെ, അങ്ങനെ ഏറ്റവും ഹയസ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? ഈ പറഞ്ഞ പോലെ ഗ്രീനിൽ ഇട്ടേക്കുന്നത്. ഇനി നോക്കിയിടാ, ഈ ഒരു മാസത്തെ അവസ്ഥ നോക്കിയേ. നമ്മൾ മുകളിലേക്കാണോ താഴേക്കാണോ? നമ്മുടെ കൺവേർഷൻ റേറ്റ് ക്ലിയർലി മുകളിലേക്കാണ്. വളരെ മോശമായിരുന്നു. കുറച്ച് മെച്ചപ്പെട്ടു, കുറച്ചുകൂടി മെച്ചപ്പെട്ടു. നമ്മുടെ ആ കളർ പോകുന്ന നോക്കിയാൽ ഗ്രീൻ ആണ് ഏറ്റവും നല്ലതെങ്കിൽ റെഡ് ആണ് ഏറ്റവും മോശം. ഏറ്റവും മോശത്തിൽ നിന്ന് നമ്മുടെ കൺവേർഷൻ എന്ത് ചെയ്യുന്നുണ്ട്? കൂടിക്കൂടി വരുന്നുണ്ട്. ഇനി നമ്മുടെ ബില്ലിങ്ങിന്റെ എണ്ണം നോക്കിയേ. ആ ഇടയ്ക്ക് വെച്ച് ഒന്ന് ഇടിഞ്ഞു. ബില്ലിങ്ങിന്റെ ഒന്ന് ഇടിഞ്ഞു എങ്കിലും മുകളിലേക്ക് തന്നെയാണ് പോകുന്നത്. യു പി നോക്കിയടാ, നമ്മുടെ യൂണിറ്റ് പെർ ഓർഡർ. ഒരാൾ വന്ന് മിനിമം എത്ര വാങ്ങുന്നു എന്ന് ചോദിച്ചാൽ, ആവറേജ് എത്ര വാങ്ങുന്നു എന്ന് ചോദിച്ചാൽ 4.5 എന്നതിൽ നിന്ന് നമ്മൾ എവിടെ എത്തി? 5.4ലേക്ക് എത്തി. അതിനർത്ഥം നമ്മൾ മുകളിലേക്ക് തന്നെ പോകുന്നു. പക്ഷെ നമ്മുടെ ആവറേജ് സെല്ലിംഗ് പ്രൈസ് എന്ത് ചെയ്തിട്ടില്ല? അത്യാവശ്യം കൂടിയിട്ടില്ല. നോക്കിയടാ, എത്രയും നിൽക്കുക? 400 നിൽക്കുക. ഇത് നോക്കിയേ, ഇവിടെയും താഴെ നിന്ന് മുകളിലേക്ക് തന്നെയാണ് പോകുന്നത്. ആവറേജ് ഓർഡർ വാല്യൂ വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇപ്പൊ കണ്ടെത്തിയ അത്യാവശ്യം മോശമായ കാര്യം എന്താ? നമ്മുടെ ആവറേജ് സെല്ലിംഗ് പ്രൈസ് അത്ര പോരാ. അതല്ലേ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്. ഇവിടെയും അല്ല, ഇവിടെ യൂണിറ്റ് പെർ ഓർഡർ, അത് വേറെ കേസാണ് കേട്ടോ. അതുമായിട്ട് കൂട്ടിക്കൊടുക്കല്ലേ. നമുക്ക് എന്ത് മനസ്സിലായി? നമ്മുടെ ആവറേജ് സെല്ലിംഗ് പ്രൈസ് പോരാ, അതിന്റെ മൂവ്മെന്റിൽ ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലായി. മോർ ഓവർ ഒന്ന് നോക്കിയിടാ, നമുക്ക് വീക്ക് 1-ൽ എത്ര റെഡ് ഉണ്ട്? 2 റെഡേ ഉള്ളൂ അല്ലെ? രണ്ടിടത്തെ പ്രശ്നം കണ്ടുള്ളൂ. 2 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററിൽ നമ്മൾ പ്രശ്നം കണ്ടുള്ളൂ. ഇവിടെ നോക്കി, ഇവിടെ രണ്ടിടത്തല്ല 3 ഇടത്ത് കാണുന്നുണ്ട്. പിന്നെ കുഴപ്പമില്ല, പിന്നെ വലിയ പ്രശ്നമില്ലാതെ പോയി. അപ്പോ സെക്കൻഡ് വീക്കാണ് ഏറ്റവും മോശമായ വീക്ക്. മനസ്സിലായില്ലേ? ഞാൻ എന്ത് ചെയ്യുന്നത്? 2 രീതിയിൽ നോക്കാം, 2 ആംഗിളിൽ നോക്കാണ്. വീക്ക് വൈസ് നോക്കാണ്, ഓരോ കെ പി ഐ വൈസ് നോക്കാണ്. കെ പി ഐ വൈസ് നോക്കിയപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി? ആവറേജ് സെല്ലിംഗ് പ്രൈസ് ഒരിടയ്ക്ക് വെച്ച് ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അത് വലിയൊരു കുഴപ്പമാണ്. 420 നിന്ന് 440 എത്തി, തിരിച്ച് 400ലേക്ക് പോയി. സ്റ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഏറ്റവും മോശമായിട്ടിരുന്നത് രണ്ടാമത്തെ ആഴ്ചയാണ്. അപ്പൊ ഞാൻ എന്ത് ചിന്തിക്കണം? നോക്കിയടാ, രണ്ടാമത്തെ ആഴ്ച എന്തൊക്കെ നടന്നു? ഇപ്പൊ എന്റെ കമ്പനിയിൽ, മീൻസ് അന്ന് എന്റെ കമ്പനിയിൽ സെയിൽസിന് നിന്ന ആരാണ്? അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നോ? എന്തെങ്കിലും പ്രശ്നം നടന്നോ? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇതിലേക്ക് ഇമ്പാക്ട് ചെയ്തത്? ആ കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെ മാറ്റിമറിക്കും, അല്ലെങ്കിൽ എങ്ങനെ അത് ആവർത്തിക്കാതെ നോക്കും എന്നൊക്കെ ചിന്തിക്കണം.
കുറച്ചും കൂടെ ഒരു നല്ല ഇമേജ് കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഗ്രാഫുകളിലേക്ക് പോകാം. ഞാൻ കൺവേർഷൻ റേറ്റിനെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇൻസേർട്ടിലേക്ക് പോകുന്നു. ഇൻസേർട്ടിൽ ചെന്ന് ഈ ചാർട്ട് എടുക്കുക. സിമ്പിൾ ആണ്, ഇത് വേണ്ട, നമുക്ക് ലൈൻ എടുക്കാം. ലൈൻ ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. ലൈൻ ചാർട്ട് എടുത്തു. എനിക്ക് എന്ത് മനസ്സിലായി, എന്റെ കൺവേർഷൻ റേറ്റ് ഞാൻ ഒന്നും കൂടെ ചെയ്യുകയാണെ, ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഒന്നും കൂടെ കൺവേർഷൻ റേറ്റിന് സെലക്ട് ചെയ്യുന്നു. ഫുൾ സെലക്ട് ചെയ്യണം. കൺവേർഷൻ പെർസെന്റേജ് തൊട്ട് സെലക്ട് ചെയ്യുന്നു. ഇൻസേർട്ടിലേക്ക് പോകുന്നു. ലൈൻ ചാർട്ട് എടുക്കുന്നു. ഇപ്പൊ കണ്ടോ, എന്റെ കൺവേർഷൻ പെർസെന്റേജിന്റെ ഗ്രാഫ് എനിക്ക് കിട്ടി. നോക്കിയടാ. ഓക്കെ, ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം. നമുക്ക് മറ്റേ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നമുക്കറിയത്തില്ല, നമ്മൾ അതിലേക്ക് പോകണ്ട. നോക്കി കണ്ടോ, ഇങ്ങനെ വന്ന് ഒന്ന് മുട്ടി മുകളിലേക്ക് പോയി. ഓക്കെ, നല്ല കാര്യം. കൺവേർഷൻ നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചു. ഞാൻ അടുത്ത് ഇതിന് സെലക്ട് ചെയ്യുന്നു. നമ്പർ ഓഫ് ബിൽ എങ്ങനെയുണ്ട്, ഇൻസേർട്ടിലേക്ക് പോകുന്നു. എഗെയിൻ ചാർട്ട് എടുക്കുന്നു. ഓക്കെ, ഒന്ന് വന്നു, ഇടയ്ക്ക് വെച്ചൊന്ന് ഇടിവുണ്ടായി. എന്റെ നമ്പർ ഓഫ് ബിൽ കണ്ടോ, നോക്കിയടാ. വീക്ക് 2-ലും 3-ലും ഒരു ഇടിവുണ്ടായി. ഞാൻ നേരത്തെ ശ്രദ്ധിച്ചില്ല, പക്ഷെ എനിക്ക് ഇപ്പൊ ഗ്രാഫ് കണ്ടപ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടി. ഒന്ന് താഴേക്ക് പോയി, ഒരുവിധം സ്റ്റേബിൾ ആയിട്ട് പോയി, പിന്നെ മുകളിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, വലിയ കുഴപ്പമില്ല. ഞാൻ അതിനെ അവിടെ മാറ്റി വെക്കുകയാണ്. അടുത്ത UPO ഞാൻ എടുക്കുന്നു. UPO എടുക്കുന്നു. ഇൻസേർട്ടിലേക്ക് പോകുന്നു. ദ സെയിം പ്രോസസ് ഞാൻ എടുക്കുന്നു. ഓക്കെ, UPO ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് പോയിട്ട് മുകളിലേക്ക് വലിയ ചേഞ്ച് ഉണ്ടായിട്ടില്ല. ആദ്യത്തെ 3 ആഴ്ച UPO-ലും കാര്യമായ ചേഞ്ച് ഉണ്ടായിട്ടില്ല. എന്നാൽ മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഗ്രോത്ത് ഉണ്ടോ, ഗ്രോത്ത് ഉണ്ട്. പക്ഷെ ഇത് മതിയോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് പറയാനായിട്ടില്ല. അത് എന്തുമായിട്ട് കമ്പയർ ചെയ്യണം, നമ്മുടെ ടാർഗറ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇത് മതിയോ ഇതിലും കൂടുതൽ വേണോ എന്നുള്ളത്. അതേപോലെ ആവറേജ് സെല്ലിംഗ് പ്രൈസിനെ ഞാൻ എടുക്കാൻ, നമുക്ക് നോക്കാം എന്ത് കാണാൻ പറ്റുന്നു. ഗ്രാഫ് എടുക്കുന്നു, ലൈൻ എടുക്കുന്നു, കൊടുക്കുന്നു. നോക്കിയടാ, വളരെ പക്കാ ക്ലിയർ. ഒരു ആവറേജിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് പോയിട്ട് താഴേക്ക് ഇടിഞ്ഞു എന്നുള്ള കാര്യം ഈ പറഞ്ഞ കണക്കൊന്നും വായിച്ചു നോക്കണ്ട. ഇപ്പൊ ഇത് ഞാൻ 4 ആഴ്ചത്തെ നോക്കിക്കൊണ്ട് എനിക്ക് വായിച്ചു നോക്കാൻ മനസ്സിലായി. ഒരുപാട് ഉണ്ടായിരുന്നെങ്കിലോ എനിക്ക് വായിച്ചു നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതിനെ സെലക്ട് ചെയ്തു, ഇൻസേർട്ടിൽ പോയി ഗ്രാഫ് കൊടുത്തു, ലൈൻ ഗ്രാഫ് കൊടുത്തപ്പോൾ പക്കാ ക്ലിയർ. മുകളിലേക്ക് പോയ സാധനം എന്താ, താഴേക്ക് വന്നിട്ടുണ്ട്. അതിനെ ഞാൻ മാറ്റി വെച്ചു. ഇനി ആവറേജ് ഓർഡർ വാല്യൂവിന്റെ അവസ്ഥ എന്താ, വീണ്ടും ആ ഒരു സെലക്ട് ചെയ്യുന്നു, ഇൻസേർട്ടിൽ പോകുന്നു, ലൈനിലേക്ക് പോകുന്നു. നോക്കിയടാ, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ആവറേജ് ഓർഡർ വാല്യൂവില്. ഇനി ഞാൻ എന്റെ തീരുമാനം എടുക്കുന്ന രീതിയിലേക്ക് പോവാണ്. ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും നല്ല കാര്യം ആവറേജ് ഓർഡർ വാല്യൂ ആണ് നല്ല കാര്യം, അല്ലെ? അപ്പോ എനിക്ക് ഇവിടെ എന്ത് തീരുമാനം എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. എനിക്ക് അപ്പൊ മനസ്സിലായത്, പെർ പേഴ്സൺ എന്ത് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം നല്ല സാധനം വാങ്ങുന്നുണ്ട്. എന്നാൽ എന്ത് സംഭവിക്കുന്നു, വാങ്ങുന്ന സാധനങ്ങൾ വില കുറഞ്ഞ സാധനങ്ങളാണ്. മനസ്സിലായില്ല? അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, വില കൂടിയ സാധനങ്ങൾ വിൽക്കാനുള്ള പ്രേരണ കൊടുക്കണം. അതുകൊണ്ടാണ് എന്റെ ആവറേജ് സെല്ലിംഗ് പ്രൈസ് കുറഞ്ഞു പോയത്. മനസ്സിലായില്ലേ? അപ്പോൾ വില കൂടിയ സാധനങ്ങൾ വിൽക്കുക. അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെറിയ സാധനങ്ങൾ വാങ്ങുന്നവരെ വലിയ സാധനങ്ങൾ വാങ്ങാൻ പ്രേരിപ്പിക്കുക തുടങ്ങിയ പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ വെറുതെ ഇപ്പൊ ഡിസിഷൻ എടുക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്തു എന്നറിയാവോ, ഞാൻ ഈ പറഞ്ഞ ചാർട്ടിന് എടുത്ത് എന്ത് കൊടുത്തു, ഞാൻ ആ 4 ആഴ്ചത്തെ KPI എടുത്തിട്ട് എന്ത് ചെയ്തെന്നറിയാവോ, ChatGPT കൊടുത്തു. ChatGPT കൊടുത്തിട്ട് ഫുൾ കഥ ഞാൻ പറഞ്ഞു. ഞാനൊരു റീറ്റെയിൽ സെക്ടറിൽ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇത് എന്റെ കടയിൽ കഴിഞ്ഞ 4 ദിവസങ്ങൾ കിട്ടിയ കൺവേർഷൻ റേറ്റ് ആണ്, അല്ലെങ്കിൽ സോറി കൺവേർഷൻ റേറ്റിലെ ഫുൾ KPI, എന്റെ KPI ഇതാണെന്ന് പറഞ്ഞ് കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് എന്ത് വേണം, എന്താണ് ഇതിലെ പ്രശ്നം, ഞാൻ ഒരു സെയിൽസ് മാനേജർ എന്ന രീതിയിൽ എന്ത് തീരുമാനങ്ങൾ എടുക്കണം എന്നൊക്കെ പറയാന്ന് പറഞ്ഞു. എന്റെ കടയുടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. ഫുൾ പരിപാടി പറഞ്ഞു കൊടുത്തിട്ട് അവരടുത്ത് ഞാൻ ചോദിച്ചു എന്താണ് ഇതിലെ പ്രശ്നം, അല്ലെങ്കിൽ ഇതിനെ എന്ത് ചേഞ്ച് വരുത്തുമെന്ന് ചോദിച്ചപ്പോൾ അവർ തന്ന റിപ്ലൈ ആണ്, ഞാൻ വീണ്ടും പറയുന്നു, യു ആർ ടേക്കിംഗ് ആൻ ഒപ്പീനിയൻ. ഇതാണ് നിങ്ങൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നതെന്നല്ല. ഇതൊക്കെ കണ്ടിട്ട് ഈ KPI വരെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യം ഡേറ്റ നമ്മുടെ കയ്യിരിക്കുന്നു, അതിൽ നിന്ന് നമ്മൾ ഇൻഫർമേഷൻ ഡിറൈവ് ചെയ്യുന്നു, ഇൻഫർമേഷനിൽ നിന്ന് ഡിസിഷൻ മേക്കിംഗ് ഉള്ള സ്റ്റാറ്റസിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അവിടെ നിന്ന് നമ്മൾ എങ്ങനെ ചിന്തിക്കണം എന്നതിനെ കുറിച്ച് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി ആർക്ക് തരാൻ പറ്റും, ഈ AIക്ക് തരാൻ പറ്റും. തരുന്ന റിപ്ലൈസ് കാണുമ്പോൾ കുറെ കൂടെ ക്ലാരിറ്റി കിട്ടും. ഐ റിപ്പീറ്റ്, അത് തന്നെ അങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നല്ല, അതൊരു ഒപ്പീനിയൻ ആയിട്ട്, ഒരു ഓപ്ഷൻ ആയിട്ട് നിങ്ങളുടെ കൂടെ കണക്കാക്കുക. ഇനി നോക്കിയടാ, അവരെന്താ പറഞ്ഞു നോക്കാം. അവർ കണ്ടെത്തിയ ചില കാര്യങ്ങളിൽ, ചെയിൻ ഈസ് പ്രൈമർലി ബ്രേക്കിംഗ് ഇൻ വോളിയം ഡ്യൂറിങ് വീക്ക് 2 ആൻഡ് വീക്ക് 3, അല്ലെ? നമുക്ക് കൺവേർഷൻ എന്തുണ്ട്, വലിയ കുഴപ്പമില്ലാതെ ഇമ്പ്രൂവ് ചെയ്ത് പോകുന്നത് നമ്മൾ നേരത്തെ ഗ്രാഫിൽ കണ്ട കാര്യം. പക്ഷെ നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്, വീക്ക് 2-3 നടുക്കിലെത്തിയപ്പോ ശരി മോശമായി പോയി നമ്മുടെ സെയിൽസിന്റെ വോളിയം. നോക്കിയിടാ, വീക്ക് 2 എത്തിയപ്പോ ഫുട്ഫോൾ ഒരുപാട് 700, അത് നിങ്ങൾ കണ്ടിട്ടില്ല, ഞാൻ ഇവിടെ കൊടുത്തതാണ്. കൺവേർഷൻ എന്താണ്, വളരെ കുറവായിരുന്നു. ഓക്കെ, ഇപ്പൊ സെക്കൻഡ് വീക്കിൽ എന്ത് സംഭവിച്ചു, കൺവേർഷൻ ഭയങ്കര കുറവാണ്, അല്ലെ? ഏറ്റവും കുറവ് കൺവേർഷൻ സെക്കൻഡ് വീക്കിലാണ്. അതിനെ കുറിച്ചാണ് അവർ പറയുന്നത്. അപ്പോ നമുക്ക് അത്യാവശ്യം ഫുട്ഫോൾ ഉണ്ടായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കണ്ടെത്തിയ പോലെ ആവറേജ് സെല്ലിംഗ് പ്രൈസ് actually increased in weeks. The number of bill hit a low. The break is a failed convert footfall into high volume transaction. Okay, അപ്പോൾ നമുക്ക് കടയിൽ വന്നു പോകുന്ന ആൾക്കാരെ കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്നാണ് ആര് കണ്ടെത്തിയിരിക്കുന്നത്, നമ്മുടെ AI കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ അവര് 2 സൊല്യൂഷൻ പറയുന്നുണ്ട്. എന്താണ് നമ്മൾ നമ്മുടെ കടയിൽ ചെയ്യേണ്ടത്? ഒന്ന്, ഇംപ്രൂവ് കൺവേർഷൻ വയ
ഫ്ലോർ കവറേജ് അല്ലെ. അവർ പറയുന്നത് എപ്പോഴാണോ നമ്മുടെ പിന്നെ കടയിൽ കൂടുതൽ ആൾക്കാർ വരുന്നത്, നമ്മുടെ പീക്ക് അവേഴ്സ് എപ്പോഴാണോ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പവർ ഹൗസ് റോസ്റ്റർ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നാ പറയുന്നത്. എന്താണ് ഈ പവർ ഹൗസ് റോസ്റ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്? മീൻസ് നമുക്കൊരു പ്ലാൻ വേണം, നമുക്കൊരു ഒരു ഒരു മൂവ്മെന്റ് സ്ട്രാറ്റജി വേണം. അതായത് നമ്മൾ ഒരു പൊതുവേ എന്താ അവരവർ ഇഷ്ടത്തിന് നമ്മുടെ കടയിൽ വരുന്നവരെ മീറ്റ് ചെയ്യുന്നു, കാണുന്ന രീതിയിലുള്ള അസിസ്റ്റൻസ് പോട്ടെ. പക്ഷേ നമുക്ക് അത്യാവശ്യം ക്രൗഡ് എത്തി എന്നറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്ട്രാറ്റജി അവിടെ ഇംപ്ലിമെന്റ് ചെയ്യണം ടു മേക്ക് ഷുവർ ദാറ്റ് ഈ വാക്കിനായിട്ട് വെറുതെ കയറി വരുന്ന ആൾക്കാരൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നു ടു പ്രിവെന്റ് ലോസ് ഓഫ് സീസ്. അപ്പൊ നമ്മുടെ കയ്യിൽ അങ്ങനെ ഒരു പ്ലാൻ വേണം. അതാണ് ഇവർ പറയുന്ന ഒരു ഓപ്ഷൻ. കാര്യം എന്തുകൊണ്ടാ ഇവർ കണ്ടെത്തിയത്, നമുക്ക് അത്യാവശ്യം വാക്കിനുണ്ട്, പക്ഷെ ഇത് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തതാണ് ചില സമയത്ത് പ്രശ്നം ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്കൊരു പവർ ഹൗസ് റോസ്റ്റർ വേണം. അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വർക്കേഴ്സിനെ വിളിച്ച് ഒന്ന് അലേർട്ട് ചെയ്യണം. നമ്മളിപ്പോ പവർ ഹൗസ് റോസ്റ്റർ അനുസരിച്ചാണ് ഇനി പ്രവർത്തിക്കാൻ പോകുന്നത്, ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്, എന്ത് ചെയ്യുക, ഇവരെ മാക്സിമം കൺവേർട്ട് ചെയ്യുക എന്നുള്ളത്. അതിന് എന്താന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് തീരുമാനം എടുക്കുക. വേണമെങ്കിൽ ഏത് തന്നെ ചോദിച്ചാൽ ഒരു പവർ ഹൗസ് റോസ്റ്റർ അവർ സജസ്റ്റ് ചെയ്ത് തരും കേട്ടോ, ഞാൻ അതിലേക്കൊന്നും പോയില്ല. പിന്നെ പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് ബാസ്ക്കറ്റ് ബിൽഡിംഗ് ഇൻസെന്റീവ്സ്. നമ്മൾ എന്ത് ചെയ്യണം, ബാസ്ക്കറ്റ് ബിൽഡ് ചെയ്യണം. നമ്മുടെ യൂണിറ്റ് പെർ ഓർഡർ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യാൻ പറ്റണം അല്ലെ. എന്തുകൊണ്ടാ, അപ്പൊ നമുക്ക് ഒരു സാധനം വാങ്ങാൻ വേണ്ടി വരുന്ന ആളായിരിക്കും. ഓക്കെ, അപ്പൊ അയാൾ ഒരു സാധനം വാങ്ങിച്ചിട്ട് പോയാൽ നമ്മുടെ ടാർഗറ്റ് ചിലപ്പോൾ 5 സാധനങ്ങൾ വാങ്ങിപ്പിക്കുക എന്നുള്ളതായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബാസ്ക്കറ്റ് ബിൽഡ് ചെയ്യണം. ഇപ്പൊ ഇവര് പറയുന്ന പോലെ 3 എണ്ണം വാങ്ങിച്ചാൽ ഇത്ര ശതമാനം ഓഫ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു ഓഫർ വയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഒരു സാധനം വന്നവന് 3 എണ്ണം വാങ്ങാനുള്ള പ്രേരണ കൊടുക്കുന്നു. ഇതുപോലെ പല രീതിയിൽ എന്ത് ചെയ്യണം, നമ്മൾ ഒരു സാധനം വാങ്ങിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു വന്ന ആൾക്ക് എന്ത് കൊടുക്കണം, ഒരു ബാസ്ക്കറ്റ് നിറയെ സാധനം വാങ്ങിച്ചിട്ട് പോകാനുള്ള പ്രേരണ കൊടുക്കണം. ഇത് ഏതെന്നൊരു ഡിസിഷനാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ചിന്തിക്കാം, നിങ്ങളുടെ രീതിയിൽ തന്നെ ചിന്തിക്കണം. ഇതൊരു ഒപ്പീനിയൻ ആയിട്ട് മാത്രം എടുക്കുക. അപ്പോൾ ഈ പ്രോസസ്സിന്റെ ഒരു ബേസിക്സ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നോക്കട്ടെ, സമയം കിട്ടിയില്ല, അഡ്വാൻസ്ഡ് വേഴ്സൺ ഞാൻ ഇവിടെ പറയുന്നതായിരിക്കും. താങ്ക് യു.